എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കൃപാസനത്തിലെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ധ്യാനം ഇത്രയും കൃത്യമായി ഈ സമയത്തും നമ്മൾ മുടങ്ങാതെ നടത്തുന്നത്? പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ വിശ്വസ്തത. നമ്മൾ വിശ്വസ്തതയിൽ വീണു പോകാതിരിക്കാനാണ് നമ്മൾ മുടങ്ങാതെ ഉടമ്പടിയുടെ ദൈവത്തോട് ചെയ്ത എല്ലാ വിശുദ്ധീകരണ നടപടികളും ദൈവസ്നേഹത്തോടെ നമ്മൾ നിവൃത്തിയാക്കുന്നത്. വിശുദ്ധ പത്രോസ്ലീഹ സഭയിൽ വീണു പോകുന്നവരെ ആദ്യം കണ്ടയാളാണ്. ക്രിസ്തീയമായ ദൈവവിളി കിട്ടിയിട്ട് ആ ക്രിസ്തീയമായ ദൈവവിളിയിൽ വീണു പോകുന്നവരെ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് സഭയിൽ. അപ്പം വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വീണു പോകാനുള്ള സാധ്യത. വിശ്വാസം സ്വീകരിച്ചവരും വിശ്വാസത്തിലേക്ക് വന്നവരും ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ വീണു പോകാൻ ഇടയാക്കല്ലേ എന്നാണ് പ്രാർത്ഥിക്കുക. കർത്താവേ, നിത്യത വരെ എത്തുന്ന അമൂല്യമായ ദാനങ്ങള് ഉൾക്കൊള്ളുന്ന വാഗ്ദാനങ്ങള് ഉൾക്കൊള്ളുന്ന വിശ്വാസം എനിക്ക് നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, എന്റെ വിശ്വാസത്തിൽ ഞാൻ വീണു പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം വീണു പോകുന്നത് ഒരു പ്രതിഭാസമാണ്, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ചതിക്കുഴിയാണ്. പക്ഷേ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഇടയന്മാരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അജഗണത്തിന് വേണ്ടി മഹാ ഇടയനോട് പ്രാർത്ഥിക്കും. പത്രോസിൻ്റെ വാക്കുകളാണ് മഹാ ഇടയൻ. കർത്താവിന് മഹാ ഇടയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം അതിന് താഴെയുള്ള ഇടയന്മാരാണ് അപ്പോസ്തലന്മാരൊക്കെ. അപ്പോൾ മഹാ ഇടയനോട് പ്രാർത്ഥിക്കും, ഇങ്ങനെ വിശ്വാസത്തിൽ വീണ് പോകുന്നുണ്ടല്ലോ ആൾക്കാരെ, എന്ത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വീണു പോകാതിരിക്കാൻ ഒരു മാർഗം പറഞ്ഞു കൊടുക്കും. അത് പത്രോസ് എഴുതിയിട്ടുണ്ട്. അതാണ് 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹിക്കുവിൻ. ഒന്നേറ്റ് പറഞ്ഞേ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതില് ഉത്സാഹിക്കുവിൻ. അപ്പോൾ നിങ്ങൾ വീണു പോകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹായ്ക്ക് നൽകിയത്. എന്താണ്? ഒന്ന് വിളി, രണ്ടാമത്തത് തിരഞ്ഞെടുപ്പ്. ഇതെന്ത് ചെയ്യണം? ഇത് രണ്ടിനുള്ള കുഴപ്പമാണ്. ഇളകി പോകും ഇടയ്ക്കിടയ്ക്ക്. ചാഞ്ചാട്ടം ഉണ്ടാകും എന്നർത്ഥം. വിളിക്കും ചാഞ്ചാട്ടം ഉണ്ടാകും, തിരഞ്ഞെടുപ്പിനും ചാഞ്ചാട്ടം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഉറപ്പിക്കണമെന്ന് പറയണത്. ഒരു പ്രോസസ്സാണ്.
എത്ര കാലം വരെ ഉറപ്പിക്കണം വെച്ചാൽ ഓർമ്മ പോണ വരെ ഉറപ്പിക്കേണ്ടി വരും. ആധ്യാത്മിക ആചാര്യന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോഴും എൻ്റെ തന്നെ വ്യക്തിപരമായ ആധ്യാത്മിക അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്. അതായത് എത്ര കാലം ഇത് ഉറപ്പിക്കേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ പോകണ വരെ. ഇപ്പോൾ ഓർമ്മയില്ലേ പിന്നെ സ്പിരിച്വാലിറ്റി ഇല്ലല്ലോ. അപ്പോൾ ഓർമ്മ പോകണ വരെ നമ്മളിത് ഉറപ്പിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഉറപ്പിക്കേണ്ടത്? വിളി ഉറപ്പിക്കണം. രണ്ടാമത് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം. അപ്പോൾ വിളി എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ അറിയണം. ഈ വിളി എന്ന് പറഞ്ഞാൽ എന്തിനാണ് വിളിക്കണത്? അതായത് വിളിക്കുമ്പോൾ എപ്പോഴും വിളിക്കേണ്ട കാരണം ഉണ്ടാകത്തില്ലേ, അതാണ് ഉറപ്പിക്കേണ്ടത്. എന്താ വിളിയുടെ കാരണം? ഇപ്പോൾ സുവിശേഷത്തിൽ രണ്ട് വിളിയുണ്ട്. ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ. 2 വിളിയുണ്ട്. 2 തരം. അപ്പോൾ 2 വിളിയുടെ നേച്ചർ നമ്മൾ അറിയണം. ഇത് അച്ഛനെയും കന്യാസ്ത്രീകൾക്കുള്ള വിളിയല്ല ഇത് ജനറലായിട്ട് നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങിച്ച് യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് നിത്യതയിലേക്കുള്ള ദൈവവിളിയാണ്. നിത്യത്തിലേക്കുള്ള ദൈവവിളി എല്ലാവർക്കും ഒരുപോലെയാണ്. അവരവരുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ കർത്താവിൻ്റെ വിളി എന്തിനുള്ളതാണ്? അതാണ് മർക്കോസിൻ്റെ 3:15. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:15. എന്താണ്? തന്നോട് കൂടി ആയിരിക്കുവാൻ, പിശാസുക്കളെ ബഹിഷ്കരിക്കുവാൻ, തന്നോടുകൂടി ആയിരിക്കുവാനും 3:15, 16, 17 തിരുവചനങ്ങളാണ്. 3 കാര്യത്തിനാണ് ദൈവം വിളിക്കുന്നത്. എന്തിനാണ്? തന്നോട് കൂടി ആയിരിക്കുവാൻ, പിന്നെ സുവിശേഷം പ്രസംഗിക്കുവാൻ. ഈ 2 കാര്യവും ഉറപ്പിച്ചാൽ മതി. തന്നോടുകൂടി ആയിരിക്കുവാനുള്ള, അതായത് ഏതവസ്ഥയിലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട ദൈവവിളി എന്താണ്? വീണു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പിക്കേണ്ട ദൈവവിളി എന്താണ്? ഒന്ന്, മർക്കോസിന്റെ സുവിശേഷം 3:14. എന്താണ്? തന്നോട് കൂടി ആയിരിക്കുവാൻ. രണ്ടാമത്തേത് എന്താണ്? സുവിശേഷം പ്രസംഗിക്കുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. ഈ 2 കാര്യം ഉറപ്പിച്ചാൽ മതി. ഒന്ന്, തന്നോട് കൂടി ആയിരിക്കണം. അതായത് ഏത് കൊറോണ ആണെങ്കിലും നമ്മൾ വിശ്വാസത്തിലും ഭക്തിയിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് ചുമ്മാ വിളിയല്ല, അത് വലിയ അടിസ്ഥാനപരമായി വീണു പോകാതിരിക്കാനുള്ള. നമ്മളിപ്പോൾ രോഗിയായിട്ട് ആശുപത്രിയിലാണ് നിൽക്കണം വിചാരിച്ചോ, നമ്മൾ ആശുപത്രി കിടക്കുകയാണ്. കൊറോണ തന്നെ വേണമെന്നില്ല, ന്യൂമോണിയായ എന്തെങ്കിലും രോഗം പിടിച്ച് നമ്മൾ ആശുപത്രി കിടക്കുകയാണ്. അപ്പം നമ്മളുടെ കൂടെ തുണ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ബൈസ്റ്റാൻഡർ. അവർക്ക് 10 മണിയാകുമ്പോൾ രാത്രി നിൽക്കുന്ന ആളാണ്. 10 മണിയാകുമ്പോൾ അവർക്ക് പോയി വീട്ടിൽ പോയിട്ട് അവർക്കും അവരുടെ കാര്യങ്ങളുണ്ട്. പക്ഷേ വേറെ ഒരാൾ വന്ന് നിൽക്കാമെന്ന് ചിലപ്പോൾ ഇളയ നാത്തൂനോ അല്ലെങ്കിൽ ചേടത്തിയോ അനിയത്തിയോ ആൻറ്റിയോ സമ്പടി ആരെങ്കിലും വന്ന് നിൽക്കാമെന്ന്. പക്ഷെ അവർ വന്നില്ലെന്ന് വിചാരിച്ചോ, ഇവർ പോവുകയും ചെയ്ത്. നമുക്കൊരു വെള്ളം എടുത്ത് തരാൻ പോലും ആരുമില്ല. അപ്പം നമ്മളെല്ലാ ബന്ധുക്കളെയും പ്രാഗി നമ്മൾ മനസ്സിന് വിഷമിച്ച് അവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ്? ആരുടെയും കൂടെ അല്ല, ഉറപ്പാണ് കർത്താവിൻ്റെ കൂടെ അല്ലെന്ന് ഉറപ്പായി. നമ്മൾ ആരുടെങ്കിലും കൂടെ ആയിക്കൊള്ളട്ടെ, പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കൂടെ, ബേസിക്കായിട്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ അല്ല. അതെപ്പോഴും നമ്മൾ, അതായത് ഈ വിളി എന്തിനുള്ളതാണ്? തന്നോട് കൂടെ ആയിരിക്കാനുള്ളതാണ്. അത് ഏതവസ്ഥയിലും. അത് ഇപ്പം നീ പ്രഗ്നൻ്റാണ്. ഇപ്പോഴത്തെ ഭർത്താക്കന്മാരുടെയൊക്കെ കേസ് കേട്ടില്ലേ? ഹൈക്കോടതി വന്ന കേസ് കേട്ടില്ലേ? ഭാര്യ പ്രഗ്നൻ്റാണ്, പക്ഷേ അയാളുടെ കുട്ടി അല്ല എന്നും പറഞ്ഞ് അവളെ ഉപേക്ഷിച്ചു. അവളെന്നാ ചെയ്തിരിക്കണത്? ഹൈക്കോടതിയിൽ പോയി. ഗർഭശിശുവിൻ്റെ DNA ടെസ്റ്റിന് വേണ്ടി ഹൈക്കോടതി ഓർഡർ ഇട്ടെന്നാണ് തോന്നണത്. അല്ലാതെ നിവർത്തിയില്ലല്ലോ. സ്വന്തം വയറ്റിൽ പിറന്ന കുഞ്ഞ് ആ ഭർത്താവിൻ്റെ അല്ലെന്ന് പറയുമ്പോഴൊരവസ്ഥയിലേ
നമുക്ക് എന്നാ തോന്നുന്നത്? ഈ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നും, അയാളുടെ വെറുപ്പ് തോന്നും, കല്യാണം കൊണ്ടുവന്നവരോട് വെറുപ്പ് തോന്നും, എല്ലാവരോടും നമുക്ക് തോന്നും. ഇതാണ് ലൈഫെന്ന് പറയണത്. ഈ സമയത്തും ഇതന്നെയെല്ലാം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ അവസ്ഥ. അന്ന് ഹൈക്കോടതി ഇല്ല, ഞാൻ ഭാഗ്യം. അമ്മയ്ക്കൊരു ഹൈക്കോടതി ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ തന്നെയാണ് അമ്മ പോയത്. അതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്ന എല്ലാവരും വിശ്വാസികളാണോ അല്ലേ എന്നുള്ളത് ഒരു ജീവിതാനുഭവത്തെ നമ്മളെങ്ങനെ സുവിശേഷവിഹിതമായി സമീപിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ വിശ്വാസി ഒത്തിരി വളരാനുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. ആ ഒരു കേസ് എടുത്തതല്ല ശരിക്കും. ഇപ്പം എൻ്റെ മനസ്സിൽ ആ ഒരു കേസ് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്കത് ആ കേസ് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഡെലിവറി വരെ കാത്തിരിക്കാമായിരുന്നല്ലോ എന്ന്. പരിശുദ്ധ അമ്മയും ഞാനാണ് എപ്പോഴും ഓർത്തു പോയത്. ഔസപിതാവിനും ഇതേ കേസ് തന്നെയായിരുന്നു. ഔസപിതാവിനും സംശയം തന്നെയായിരുന്നു ശരിക്കും. പക്ഷെ ആ വിഷയത്തിൽ അമ്മ എടുത്തൊരു നിലപാടുണ്ട്. അത് ആ കാലങ്ങളെല്ലാം അമ്മ തന്നോടുകൂടി ആയിരുന്ന ഒരു നിലപാടാണ് എടുത്തത്. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു നിലപാട്, ഒരു ശിഷ്യയുടെ നിലപാട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദിവസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-39 തിരുവചനം ഏറ്റു പറഞ്ഞ്, ആ ദിവസങ്ങളിൽ മറിയാം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഭയങ്കര ആരോപണം തൻ്റെ ഉദരത്തിൽ നൽകിയ ഗർഭശിശുവിനെ കുറിച്ചുള്ള വീട്ടുകാരുടെയും ആരോപണം ഉയരുന്ന സമയത്താണ് ഈ ആളിങ്ങനെ കൈയെടുക്കുമ്പോൾ അത് ആ അഭിവാദനം കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നിറയണത്. ഇത് വിശ്വാസിയുടെ മാതൃകയാണ് ശരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം നൽകുമ്പോൾ ഓർക്കണം, അത് നിലവിലിരിക്കുന്ന ഉടനെ ചാടി വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ പോകാനുള്ള വിശ്വാസിക്കുള്ള നിർദ്ദേശം എന്താണ്? വിശ്വാസി ആ സമയത്ത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ തന്നോടുകൂടി ആയിരിക്കും. ഏതവസ്ഥയായാലും ശരി, തന്നോടുകൂടി ആയിരിക്കുവാനാണ് ആദ്യത്തെ വിളി. രണ്ടാമതാണ് നിയമ നടപടിയും നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ മനുഷ്യനെ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3:14 മർക്കോസിൻ്റെ സുവിശേഷം എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അടിസ്ഥാനപരമായി ഞാനൊരു വിശ്വാസ നിലയിൽ പ്രാർത്ഥനയിലെ ദൈവവചനത്തിലെ ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ എന്നെ സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛന് ഈശോയുടെ വചനങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ അത് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കണം. കാര്യം വിശ്വാസം എപ്പോഴും വില കൊടുക്കേണ്ട ഒരു വിഷയമാണ്. പത്രോസിൻ്റെ 2 പത്രോസ് 1:10 വായിച്ചില്ലേ? നിങ്ങൾ വീണ് പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അത് ഇടയ്ക്കിളകുകയെ ഇതുപോലെ ഇളകുമ്പോൾ ഉറപ്പിക്കണം. എങ്ങനെ ഉറപ്പിക്കും? നമ്മൾ തന്നോടുകൂടി ആയിരുന്നു കൊണ്ടാണ് ഉറപ്പിക്കുന്നത്. അതാണ് മർക്കോസിൻ്റെ 3:15. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും അതല്ലേ എലിസബത്ത് അമ്മയെ കാണുമ്പോൾ ഔസപിതാവ് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കിയെങ്കിലും അമ്മ ഔസപിതാവിൻ്റെ വാക്കിലല്ല വിശ്വസിച്ചത്. മനുഷ്യന്മാരുടെ കുറേ വാക്കുകളുണ്ടാകും, അതിലല്ല വിശ്വസിക്കുക. അപ്പം നമ്മൾ മനുഷ്യൻ്റെ കൂടെ ആകത്തുള്ളൂ. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നത്. അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്താ പറയണത്? സംശയത്താൽ ആരോപിതയായ മറിയത്തെയാണ് എലിസബത്ത് കാണുന്നത്. പക്ഷേ എലിസബത്ത് എന്താ പറയണത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ 1:45 ലൂക്കാ സുവിശേഷം
കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ശ്രദ്ധിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 3:14-15. അപ്പോൾ അതാണ് വിളി. എന്തിനാണ് വിളിക്കണത്? ഒന്ന് തന്നോടുകൂടി ആയിരിക്കുവാൻ. എന്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായാലും ബേസിക്കായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അരുളപ്പാടോടുകൂടി ആയിരിക്കും. പിന്നെ എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിന് സാക്ഷ്യം നൽകുക. അതാണ് എലിസബത്ത് പറയണത്. മേരി, ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ബേസിക്കായിട്ട് നീ എന്താ ചെയ്തിരിക്കുന്നത്? അതാ 1:45 ലൂക്ക. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങളാണ്, അല്ലാതെ ഔസേപ്പിതാവ് പറഞ്ഞ കാര്യങ്ങളല്ല. ഔസേപ്പിതാവിൻ്റെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞ കാര്യങ്ങളല്ല. നിന്നെ തട്ടിക്കളയെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. കല്ലെറിയുമെന്നും കൊല്ലൂന്ന് വരെ പറയും. മനുഷ്യൻ്റെ വാക്കുകളാണ്. നീ മനുഷ്യൻ്റെ വാക്കുകളിലല്ല വിശ്വസിച്ചത്, നീ ദൈവത്തിൻ്റെ വാക്കുകളിലാണ് വിശ്വസിക്കുന്നത്. അതാണ് വിളിയെന്ന് പറയണത്. എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാനും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുറച്ച് ഹാർഡ് വർക്കുള്ള വിഷയങ്ങളുണ്ട്. മേജർ ഇഷ്യൂസ് ഇല്ലേ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മൈനർ ഇഷ്യൂസ് ഉണ്ടാകും, മേജർ ഇഷ്യൂസ് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവുമല്ലോ. ഓഫീസിലുണ്ടാകും അല്ലേ, അയൽവാസികളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും, സ്വന്തം കുടുംബത്തിലുള്ളവരുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും, പലതരത്തിൽ ഇഷ്യൂസ് ഉണ്ട്. അത് മേജറുണ്ട്, മൈനറും ഉണ്ട്. ഈ മേജർ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവ് ഇഷ്യൂസിനെ രണ്ടായിട്ട് തിരിക്കും, മൈനർ ആൻഡ് മേജർ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഈശോ രണ്ടായിട്ട് തിരിക്കും. അതായത് ചെറിയ പ്രശ്നങ്ങളെന്നും വലിയ പ്രശ്നങ്ങളെന്നും. വലിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പ്രാന്തന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. സത്യമായിട്ട് നിങ്ങളത് നോക്കിക്കോ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും നോർമലായിട്ടുള്ള ആൾക്കാരല്ല. സുവിശേഷത്തിലൊരു വട്ടനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കടി തട്ടിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാന്തനയാളെ ശരിക്കും സെൻസ് പോയൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാക്കി നമ്മളതിന് ക്ഷമിച്ചു, സോവർ ഇല്ലേ? ഇല്ല, ചില ആൾക്കാർക്ക് പറഞ്ഞത് അവരിങ്ങനെ പട്ടാങ്ങ പറഞ്ഞ് ക്ഷമിച്ചാലും പിറ്റേ ദിവസം വെള്ളം അടിച്ചുകൊണ്ട് പിന്നെയും വരും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. സെയിം പ്രശ്നം. ഇങ്ങനെ വെള്ളമടിക്കാരനും അതുപോലെ തന്നെ മദ്യപാനിയുമായൊരു മനുഷ്യൻ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ കർത്താവ് പറഞ്ഞു, എന്നോട് ചോദിച്ചു, ഇങ്ങനെ വായിക്കറി പലുണ്ടാന്ന് നോക്കിയാൽ ഏത് പാമ്പും കടിക്കുമല്ലോ, ഏത് പട്ടിയും കടിക്കല്ലേ വായിക്കറി പലുണ്ടാന്ന് നോക്കിയാൽ. അപ്പോൾ നമ്മളെന്ത് പറയും? കടിക്കും. പക്ഷേ കർത്താവ് പറയും കടിക്കത്തില്ലെന്ന് പറയും. ഏത് പട്ടിയും വായിക്കറി കൈയിട്ട് ആ പല്ലുണ്ടാന്ന് നോക്കിയാൽ കടിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്ത് പറയും? കടിക്കും. കർത്താവ് പറയും വട്ടന്മാരൊക്കെ അങ്ങനെ ഒത്തിരി ഉണ്ടാകും, അവർക്കിങ്ങനെ വായിലിടയ്ക്ക് കൈയിട്ടുകൊണ്ടിരിക്കും, പക്ഷേ കടിക്കണം നിർബന്ധമില്ല എന്ന് പറയാം. അപ്പോൾ പത്രോസ് വിളിക്കും. പത്രോസ് ഉടനെ പറയും, കടിക്കാതിരിക്കണമെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടി വരുമായിരിക്കും. പത്രോസിൻ്റെ ഒക്കെ ആ രീതികൾ രസമാണ്. അതായത് ഒരു മനുഷ്യൻ, അതാണ് ഈശോ 17:4 ലുക്കായുടെ സുവിശേഷത്തിലെ 17:4, ഒരു മനുഷ്യൻ 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കി 7 പ്രാവശ്യം വന്ന് നിന്നോട് ക്ഷമ ചോദിച്ചാൽ നീ അവനോട് ക്ഷമിക്കണമെന്ന് പറയുന്നതാണ് ഈ പറയണത്. അവന് വട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അവൻ മനുഷ്യൻ പോലും ആയിരിക്കത്തില്ല. കർത്താവ് പിന്നെ അങ്ങനെ പറയണത് ശരിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സോപ്പിട്ട് പറയണതാണ്. ഒരു മനുഷ്യൻ അയാൾ വട്ടാണ്, ഫ്ലാറ്റ് വട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ഇഷ്യൂ 2 ഇഷ്യൂ 3 ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഒരു മനുഷ്യൻ 7 പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിൻ്റെ അടുത്ത് വന്നൊരു മാപ്പ് ചോദിച്ചാൽ നീ 7 പ്രാവശ്യം ക്ഷമിക്കണം. അതാണ് മേജർ ഇഷ്യൂ എന്ന് ഞാൻ പറയണത്. ഈ മേജർ ഇഷ്യൂവിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു വിശ്വാസി ചിലപ്പോൾ വീണ് പോകേണ്ട ഒരു സ്ഥലമാണത്. ഇപ്പോൾ 1, 2, 3 ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ വീഴാതെ അങ്ങനെ പിടിച്ചിരിക്കും അല്ലേ? 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ ഫ്ലാറ്റായിട്ട് വീണ് പോകും. അപ്പോൾ വീണ് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് വിളിയും തിരഞ്ഞെടുപ്പും. വിളി എന്താണ്? വിളി തന്നോടുകൂടി ആയിരിക്കാൻ. തന്നോടുകൂടി ആയിരിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും തൻ്റെ കൂടെ ആയിരിക്കുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വചനം എന്താ? സൽക്രമങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക്, പ്രൈസ് ദി ലോർഡ്, അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ?
അതായത് ഒന്ന് ഏറ്റു പറഞ്ഞ മക്കളെ, സൽക്കർമ്മങ്ങളിൽ സ്ഥിരമായി നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. ഇതാണ് പത്രോസിനോട് പറഞ്ഞത്. പത്രോസിന് വെച്ച് ആ വട്ടന് 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ഈശോ. അപ്പോൾ ഈശോ പറഞ്ഞ് 7 പ്രാവശ്യവും അവൻ നിന്നോട് ക്ഷമ ചോദിച്ചാൽ നീ അവനോട് ക്ഷമിക്കണം. എന്താണ് ഉദ്ദേശം? ആ ക്ഷമയുടെ ഉദ്ദേശം ഭൗതികമായ സമാധാനം അല്ല. അതാണ് റോമ 2:7 പറയേണ്ടത്. ആ ക്ഷമയെന്ന സൽക്കർമ്മങ്ങളിൽ നീ എന്ത് ചെയ്യണം? സ്ഥിരമായി നിൽക്കണം. എന്തിനാണ് അത് അങ്ങനെ സ്ഥിരമായി നിൽക്കുന്നത്? ആരാണെന്നാണ് റോമ 2:7 പറയണത്? അവർ മഹത്വവും ബഹുമാനവുമാണ് കാക്ഷിക്കുന്നത്. പിന്നെ എന്താണ്? അക്ഷയത്വവും. നമ്മളെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എന്താ പറയണത്? ശരീരത്തിൻ്റെ ഉയർപ്പെന്നാണ് പറയണത് അല്ലേ? നിത്യമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അക്ഷയത്വവും അവിടെ റോമ 2:7 എന്താ പറയണത്? മഹത്വം അല്ല, സൽക്കർമ്മങ്ങൾ സ്ഥിരമായി നിൽക്കുന്നവരെ, 70 പ്രാവശ്യം ക്ഷമിക്കുന്നവരെ, അത് സ്ഥിരമായി നിൽക്കുന്നവർ എന്ത് സംഭവിക്കും? എന്താണ് അവർ അന്വേഷിക്കുന്നത്? മഹത്വം ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. ബഹുമാനം ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. പിന്നെ എന്താണ് ഈ മഹത്വവും ബഹുമാനം അന്വേഷിക്കുന്നവർ ആക്ച്വലായിട്ട് എന്താ അന്വേഷിക്കുന്നത്? അവർ അക്ഷയത്വമാണ്, ശരീരത്തിൻ്റെ ഉയർപ്പ്. ദൈവമയതല്ലേ? നീ ഇത് കേട്ടോ കർത്താവ് പറഞ്ഞത്? എന്താണ്? നീ ഒരു വിഷയം കർത്താവിന് വേണ്ടി സൽപ്രവൃത്തി സ്ഥിരമായി നിന്നാൽ നീ അന്വേഷിക്കണം ഈ ലോകമല്ല. നീ അന്വേഷിക്കുന്നത് എന്താണ്? നിത്യതയാണെന്ന്, അക്ഷയത്വമാണെന്ന്. മഹത്വീകരിക്കപ്പെട്ട കർത്താവിനുള്ള ഉച്ചതൻ്റെ ശരീരമാണ്. സുവിശേഷ സാക്ഷ്യം പറയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അബ്നോർമൽ സഫറിങ്സ് ആർ മേജർ ഇഷ്യൂസ്. ഇതിലൂടെ എന്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇതിനെയാണ് നമ്മൾ നിത്യതയാണ് ഇതിൻ്റെ ഓഹരി. മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് ദൈവം സൽപ്രവർത്തികൾ ഇതുപോലെ സ്ഥിരമായിരുന്നാൽ 70 പ്രാവശ്യം അവർ ക്ഷമിക്കാനുള്ള അവസരം വന്നിട്ട് അതുപോലെ ചെയ്താൽ നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? നിത്യതയാണ്. ദൈവമേതല്ലേ? ഞാനും നീയും കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി നിൻ്റെ പേരെഴുതി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മേജർ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ശ്രുതികട്ടെ. സാക്ഷ്യം വഹിക്കാൻ ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. പത്രോസ് അത് മനസ്സിലാക്കി. ഈ വചനത്തിൻ്റെ കാഠിന്യമൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരാളാണ്. ആരാണ്? പത്രോസ്. ഒരു വചനം നോർമലാണോ അത് ഇത്തിരി ഹെവിയാണോ എന്ന് പെട്ടെന്ന് സെൻസ് ചെയ്യുന്ന ആളാണ് പത്രോസ്. പത്രോസാണ് പണ്ട് പറഞ്ഞത്, ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന്. കർത്താവ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ? ഒരാളെ സംഭവം ഇച്ചോടെ നോക്കുന്നത് പോലും വ്യഭിചാരമാണെന്ന് ഈശോ മത്തായി ശ്രീഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ 19. അപ്പോഴും വചനം കഠിനമായി വന്നു. വചനം കഠിനമായി വന്നപ്പോൾ ഹൗ കാൻ ഇറ്റ് ബേ, എങ്ങനെയാണ് ഞാനിതിനെ കർത്താവ് ഈ സമയത്തും ഇങ്ങനെയുള്ള ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണത്? ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഭാര്യ മച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചില്ലേ? അപ്പോൾ അവർക്ക് ഹെവി സിലബസാണ് വന്നിരിക്കണത്. ഒരു സഭ തന്നെ ഉണ്ടായിപ്പോയില്ലേ, സഭയിൽ നിന്ന് പിരിഞ്ഞു പോയില്ലേ ഭാര്യ മച്ചിയായിട്ട്. അപ്പം ഹെവി ഇഷ്യൂസാണ്. ഹെവി ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പത്രോസ് ചോദിക്കും, ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണമല്ലേ നല്ലതെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഈ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന കാര്യം പറയുമ്പോഴും വചനത്തിൻ്റെ കാഠിന്യം പത്രോസ് തിരിച്ചറിയും. ചില വചനങ്ങൾ ഇപ്പോൾ നമ്മുടെ വിഷയം എന്താ? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതല്ലേ? അപ്പോഴല്ലേ വീണ് പോകാണ്ടിരിക്കത്തുള്ളൂ. അതല്ലേ നമ്മൾ ആദ്യം 2 പത്രോസ് 1:10 കണ്ടത്. വിളി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അച്ഛൻ. വിളി എന്താ? തന്നോടുകൂടി ആയിരിക്കാൻ. പിന്നെ എന്താ? സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. മർക്കോസ് 3:15. പക്ഷേ തന്നോടുകൂടി ആയിരിക്കുവാൻ എപ്പോഴും കഴിയുമോ? ചില ടഫ് സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും? അതാണ് നമ്മളിപ്പോൾ ധ്യാനിക്കണത്. ഹെവി സിലബസ് വരുമ്പോൾ
ഇപ്പം കണ്ടില്ലേ എന്താണ് മർക്കോസ് മത്തായിയുടെ സുവിശേഷം 19:25. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19:25. അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അപ്പോൾ ഈശോ പറയും മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന്. അപ്പം അസാധ്യമായ ദൈവത്തിലാണ് നമ്മളെ ആ ശരണം. അപ്പം വിശ്വാസം പോരാ, ശരണം വേണ്ടി വരുമായിരിക്കും. ഇങ്ങനെയാണ് ഒരു ഭൗതിക എല്ലാ കൃപയ്ക്കെല്ലാം ഒരു ഭൗതിക സാഹചര്യമുണ്ടേ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വചനം സിലബസ് കഠിനമാക്കിയല്ലോ. സിലബസ് കഠിനമാക്കിയപ്പോൾ പത്രോസ് വീണ്ടും ചോദിച്ചു, കർത്താവേ സിലബസ് കട്ടിയാണ്, ഇത് വീണ് പോകും, ഇത് പരീക്ഷത്ത് നോക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പീറ്റർ ആസ്ക് ഫോർ ഗ്രേസ് ഓഫ് ഫെയ്ത്ത്. പത്രോസെ നീ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ചോദിക്കാൻ പറഞ്ഞു. എന്നാ സുവിശേഷമാണ്. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ 17:5 ലൂക്കായുടെ സുവിശേഷം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പത്രോസിന്റെ മുമ്പിൽ സിലബസ് കട്ടിയാകുകയാണ്. കർത്താവ് കട്ടിയാക്കേണ്ടതാണത്. മത്തായിയുടെ സുവിശേഷം 19:10 19:9 മുതൽ വായിക്കാം നമുക്ക്. എന്താ? എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണവശാൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. 19:10 പറയുന്നു മത്തായിയുടെ സുവിശേഷം. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ ഭേദം. അപ്പോൾ ഈശോ 10:11 പറയുന്ന വാക്ക് 19:11 പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവനല്ലാതെ മറ്റാരും ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല. അപ്പം കൃപയാണ് പ്രശ്നം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ മുമ്പിൽ ഇതുപോലെ വചനം കഠിനമാക്കും ഈശോ. ഇപ്പം കഠിന വചനങ്ങൾ നമ്മൾ കണ്ടില്ലേ, അതുപോലെ വചനം കഠിനമാക്കും. തൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും വചനം കഠിനമായി. അപ്പോൾ ഉടനെ അപ്പോസ്തലന്മാർ കണ്ടില്ലേ 6:60 യോഹന്നാൻ്റെ സുവിശേഷം 6:60. ഉടനെ അപ്പോസ്തലന്മാർ എടുത്ത് വായിക്കുമ്പോൾ പറഞ്ഞു സിലബസ് കട്ടിയാണെന്ന് പറഞ്ഞു. ഈ വചനങ്ങൾ കഠിനമാണ്, ആർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറഞ്ഞു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിന് കർത്താവ് പറഞ്ഞ മറുപടി മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ 19:11 കണ്ട മറുപടി തന്നെയാണ്. കൃപ ലഭിച്ചവർക്കല്ലാതെ ഉപദേശം സ്വീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിവാഹ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ ഇവിടെ കർത്താവുമായി പരിശുദ്ധ കുർബാനയിൽ ഐക്യപ്പെടുന്ന ആത്മാവിൻ്റെ ഭോജനം തൻ്റെ ശരീരമാണെന്ന് പറയുന്ന വിഷയത്തിൽ വരുമ്പോഴും 6:60 ചോദിക്കും, ഇത് സിലബസ് കഠിനമാണല്ലോ, വചനം കട്ടിയാണല്ലോ, പിന്നെ എങ്ങനെ ഇത് പാലിച്ചുകൊണ്ട് നിൻ്റെ കൂടെ ആയിരിക്കാനും വിളിക്കുത്തരം നൽകാനും കഴിയുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ പറയും 6:65 വരം വേണമെന്ന്. വരം ലഭിച്ചല്ലാതെ ആർക്കും ഈ വചനം സ്വീകരിക്കാൻ സാധ്യമല്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 6:65 യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധന
ആരാധന ആരാധന ആരാധന. അതിനുശേഷം കണ്ട കുറേ ഇപ്പോൾ ആൾക്കാർ വീളിൽ വീണ് പോണ കണ്ടില്ലേ? 6:66 വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സുവിശേഷത്തിൽ വചനം കഠിനമായപ്പോൾ വീണുപോയി. എത്ര സഭകളാണ് വീണുപോയത്? വിശുദ്ധ കുർബാന ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള വലിയ ഹെവി റിസ്ക് വന്നപ്പോഴേ കുറേ ആൾക്കാർ വിട്ടുപോയി. 6:66 ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. വിശുദ്ധ കുർബാനയെ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഒരു മിഥ്യാധാരണയാണത്. വിട്ടികളുടെ സ്വർഗത്തിലായിരിക്കും നമ്മൾ. ചിലപ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ രീതി അതാണ്. നമ്മൾ ക്രിസ്തീയമായി ജീവിക്കും തോറും വിശ്വാസത്തിൻ്റെ സിലബസ് കഠിനമായി വരും. അപ്പോഴും കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? എല്ലാവരോടും എന്നെങ്കിലും ഈ ചോദ്യം കർത്താവ് ചോദിക്കും. വിശ്വാസി ആയിരിക്കുന്നവൻ എന്നെങ്കിലും മരിക്കണമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം മറുപടി പറയേണ്ടി വരും. എന്താണ്? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, പത്രോസിനോടാണ് ഇത് ഫോളോ ചെയ്തത്. എപ്പോഴും ക്ഷമയുടെ കാര്യം പറയുമ്പോഴും, വിവാഹ കാര്യം വരുമ്പോഴും, പരിശുദ്ധ കുർബാനയുടെ കാര്യം പറയുമ്പോഴും വചനം ഹെവി സിലബസാണ് കൊടുക്കുന്നത്. വചനം കഠിനമായിക്കൊണ്ട് ഇതെങ്ങനെ പാലിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ്, കർത്താവ് പറഞ്ഞു അതിനുള്ള വരം ലഭിക്കാതെ, അതാണ് 6:65 എൻ്റെ സ്വർഗീയ പിതാവ് വരം ലഭിക്കാതെ ഈ വചനം സ്വീകരിക്കാൻ സാധ്യമല്ല. പത്രോസിന് ആ വരം കിട്ടി. വിശ്വസിക്കാൻ വരം വേണം. അതാണ് പത്രോസിന് സഭയുടെ നേതാവായിട്ട് അംഗീകരിക്കുന്ന സഭയുടെ വരമാണത്, വിശ്വാസത്തിൻ്റെ വരം. നിങ്ങൾക്കും പോകണമെന്നുകൊണ്ട് ചോദിക്കുമ്പോൾ പത്രോസ് പറയും, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങേ പക്കലല്ലേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യോഹന്നാൻ 6:68. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:68. ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? 6:68 യോഹന്നാന്റെ സുവിശേഷം എന്താണ്? ഞങ്ങൾ പോകുന്നില്ല, സിലബസ് കട്ടിയായാലും പോകുന്നില്ല, 70 പ്രാവശ്യം ക്ഷമിക്കേണ്ടി വന്നാലും പോകുന്നില്ല. ഭർത്തൻ്റെ വിശ്വാസം തന്നാൽ മതി. എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലേ. വിളി എന്തിനുള്ളതാണ് മക്കളെ? വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം. എന്തിനാണ്? നിത്യതയ്ക്ക് വേണ്ടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് 2:7 റോമ നമ്മൾ വായിച്ചത്. മഹത്വവും ബഹുമാനവും അക്ഷയത്വം അനുഷ്ഠിക്കുന്നവർക്ക് ദൈവം നിത്യജീവൻ നൽകുന്നു. എങ്ങനെയാണ്? വിളി കട്ടിയാക്കിക്കൊണ്ട്, വിളിയുടെ സിലബസ് കട്ടിയാക്കിക്കൊണ്ട്, വിശ്വാസത്തിന് ഉത്തരം പറയേണ്ട സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ സങ്കീർണമാക്കിക്കൊണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നത് അവസാനം നമ്മൾ എത്തിക്കൽ എവിടെയാണെന്ന് അറിയാമോ? ഈ കഠിനമായ സിലബസുകളെല്ലാം പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ പത്രോസിന് പുറത്ത് കർത്താവ് പറയും, മകനെ വിശ്വാസമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. നീ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴും പ്രത്യേകിച്ച് കഠിനമായ സിലബസുകൾ ജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ നീ എൻ്റെ നാമത്തെ അഭിമുഖീകരിക്കുമ്പോൾ നീ എൻ്റെ സ്നേഹമാണ്, എന്നോടുള്ള സ്നേഹമാണ് കൂട്ടുന്നത്. ബട്ട് യു മസ്റ്റ് റിയലൈസ് ഇറ്റ്. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. കർത്താവിനെ നമ്മൾ സ്നേഹിക്കും, പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യത്തില്ല. അതൊരു കർത്താവ് ചോദിച്ചു, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുവോ? അത് സ്നേഹിക്കാഞ്ഞിട്ടല്ല. 10 ദിവസം മറുപടി പറയും, അങ്ങക്കെല്ലാം അറിയാമല്ലോ എന്ന് പറയും. കാര്യം എന്താണ്? അതറിയാം. അപ്പോൾ പത്രോസിന് അറിയാവുന്ന കാര്യങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ, കഠിനമായ ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവസ്നേഹത്തോടു കൂടി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ കർത്താവ് രണ്ടാമത്തെ വിളിയെ അനുസ്മരിപ്പിക്കും. എന്താണ്?
പക്ഷേ ആവസ്മേയാസ്, ഫീഡ് മൈ ഷീപ്പ്. അതിനാ രണ്ടാമത്തെ വിളി, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഭാഷേ അവസ്മേയാസ്. ഭാഷ എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കാണ്. പക്ഷേ ഇപ്പോഴും ഞാനിത് പറയാൻ കാരണം, ഈ പത്രോസിനെ കഠിന പദങ്ങളെ, കഠിന ജീവിത സാഹചര്യങ്ങളെ, എപ്പോഴും കഠിന പദങ്ങളെ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയും അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാർ ചോദിച്ചത്. നിങ്ങൾ എൻ്റെ മക്കളെ കാര്യം മനസ്സിലാക്കണം. കുറേ പേര് കർത്താവിനോട് പറഞ്ഞത് ഈ വചനം 6:60 പറഞ്ഞില്ലേ, ഈ വചനം യോഹന്നാൻ 6:60 ഈ വചനം കഠിനമാണല്ലോ എന്ന്. അത് തന്നെയല്ലേ പത്രോസ് ചോദിച്ചത്. നമ്മൾ 19:11 ഈ വചനം കഠിനമാണെന്നല്ലേ പത്രോസ് ചോദിച്ചത്. നമ്മളിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ പത്രോസ് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴും ക്ഷമയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ചോദിക്കും, കഠിനമാണല്ലോ വചനം, കഠിനമാണല്ലോ എന്ന് ചോദിച്ചത് എന്തിനാ? വിട്ടു പോകാനല്ല, വിട്ടു പോവാതിരിക്കാനാണ്. ആ വ്യത്യാസം എന്താ? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണത് ഇങ്ങനെയാ. എല്ലാ ശിഷ്യന്മാരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കഠിനമാണല്ലോ കഠിനമാണല്ലോ എന്ന്. പത്രോസും ചോദിച്ച് കഠിനമാണല്ലോ എന്ന്. അപ്പം പത്രോസ് കഠിനമാണെന്ന് ചോദിച്ചത് എന്താണെന്നറിയാവോ? ചില ആൾക്കാർ കഠിനമാണല്ലോ എന്ന് പറഞ്ഞത് വിട്ടുപോകാൻ വേണ്ടിയാണ്. പത്രോസ് കഠിനമാണല്ലോ ചോദിച്ചത് വിട്ടു പോകാതിരിക്കാനാണ്. അതാണ് പത്രോസ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണ്ടി ശ്രമിക്കുമ്പോൾ വീണു പോകാനുള്ള സാധ്യതയാണ്. വീണു പോകാനുള്ള സാധ്യത അത് വീണു പോകത്തില്ലെന്നാണ് പത്രോസ് പറഞ്ഞത്. അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ. 2 പത്രോസിൻ്റെ 1:10 അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. നിങ്ങൾ വിളി ഉറപ്പിച്ച, തിരഞ്ഞെടുപ്പ് ഉറപ്പിച്ച വീണു പോകത്തില്ല. പക്ഷെ വിളി എന്താണ്? തന്നോട് ആയിരിക്കാനാണ്. പക്ഷേ ആയിരിക്കുമ്പോഴെന്താ കുഴപ്പം? പല സാഹചര്യങ്ങളാണ്. മൈനർ ഇഷ്യൂസ് ഉണ്ടാവും, മേജർ ഇഷ്യൂസ് ഉണ്ടാവും. ചില വചനങ്ങൾ കഠിന വചനങ്ങളായി വരും. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് മർക്കോസ് 19:10. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്ത ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ, കാര്യം വിവാഹ ജീവിതം ഇത്തരത്തിലാണെങ്കിൽ, ചില ആൾക്കാർക്ക് വിവാഹ ജീവിതം കുടിയന്മാരെ കെട്ടിയിട്ട് എന്തുമാത്രം നിറയിക്കുന്നുണ്ട്. ചിലർക്ക് മക്കളില്ല, ചിലർക്ക് സാമ്പത്തിക തകർച്ച. കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ, കാര്യം കുടുംബജീവിതം കൊണ്ടല്ലേ എത്രയോ മനുഷ്യർ ദുരിതം അനുഭവിക്കണത്. അതാണ് ചോദ്യം. കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ കുടുംബമായി ജീവിക്കാതിരിക്കണതല്ലേ നല്ലത്? അങ്ങനെ നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരാണ് ലിവിൻ ടുഗദറിന് പോയ ആൾക്കാർ. അതാണ് ഗേ സെക്സ് ഒക്കെ ഉണ്ടായത്. ഇവിടുന്ന് ഉണ്ടായതാണ്, ഈ വചനത്തിൽ നിന്നുണ്ടായതാണ്. ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു ലീവ്. പക്ഷേ ആർക്കാണ്? നിത്യത അനുഭവിക്കുന്നവർക്ക് ഇത് വിഷയമല്ല. നിത്യത അന്വേഷിക്കുന്നവർക്ക് കുടുംബജീവിതം ക്ലേശകരമാണ്. ഞാനൊരു 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് 32 കൊല്ലത്തിനുള്ളിൽ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഫാമിലി ലൈഫ് ഇസ് ടഫ്. പക്ഷേ എന്താ? അതാണ് അപ്പോസ്തലന്മാർ ചോദിക്കുന്നത്. പക്ഷേ സെക്കൻഡ് കോൾ എന്ന് പറയുന്നതിന്, രണ്ടാമത്, അതായത് ഈ വിളി, ഈ കഠിന പദത്തെ, അതുപോലെ ടഫ് സബ്ജക്റ്റ്, ഹെവി സിലബസ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ വിഷയത്താണ്. അത് കഠിനമാണ്. ഇനി തിരിച്ചു വരുമ്പോൾ അപ്പോസ്തലന്മാർ വീണ്ടും ചോദിക്കുന്നുണ്ട്, കഠിനമാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. 25 മത്തായിയുടെ സുവിശേഷം 19:25 ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? കഠിനമാണല്ലോ. ഈ വചനം പിന്നീട് ചോദിക്കുന്നത് 6:60 ഈ ആർക്ക്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? ഈ വചനം കഠിനമാണല്ലോ എന്ന്. എല്ലാവരും കഠിനമാണല്ലോ എന്ന് ചോദിച്ചവരെ പിന്നീട് 6:65 വരുമ്പോൾ നമുക്കറിയാം അവരെല്ലാം പോയി, വിശ്വാസത്തിൽ വീണ് പോയി. അതാ 2 പത്രോസിൻ്റെ 1:10. നിങ്ങൾ വീണ് പോകാതിരിക്കാൻ നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാൻ ഉത്സാഹം കാണിക്കാത്ത ആൾക്കാർ അവർ വീണ് പോയി. അവർ പോയെന്നല്ല പ്രശ്നം. 6:65 വരെയും യോഹന്നാൻ്റെ സുവിശേഷം പറയുമ്പോൾ പിന്നീട് ഒരിക്കലും അവരവിടുത്തെ യേശു, ഇതിന് ശേഷം 6:66 യോഹന്നാൻ്റെ സുവിശേഷം, ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി, വീണുപോയി.
2 പത്രോസ് 1:10 അനുസരിച്ചുകൊണ്ട് വീണ് പോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നിന്നില്ല. അപ്പോൾ എപ്പോഴും ചോദ്യം ഉയർത്തിക്കൊണ്ടിരുന്ന പത്രോസിനോട് കർത്താവ് അങ്ങോട്ട് ചോദിക്കും, ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? പോണോ? എല്ലാവരും പോയല്ലോ. പത്രോസ് പറയുന്ന മറുപടിയാണ് മറുപടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 6:68 യോഹന്നാൻ്റെ സുവിശേഷം. നിങ്ങൾക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ആ മനുഷ്യൻ പിടിച്ചു നിൽക്കണ കണ്ടില്ലേ? എന്താണ് പിടിച്ചിരിക്കണത്? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു. ഏറ്റു പറഞ്ഞേ. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. Now he got a mature faith. ഈ ഫെയ്ത്തിന് വേണ്ടിയാണ് ചോദിച്ചത്. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു, എന്താ? വിശ്വാസം വർദ്ധിപ്പിക്കണമേ. 17:5 ലൂക്കായുടെ സുവിശേഷം. Now he got a mature faith. ഇപ്പം എന്താ പറയണത്? 6:69 നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഈശോ പറയണത്, പക്ഷേ ഓസ്മയാസ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. കർത്താവ് ഉയർത്തുകയാണ് നമ്മളെ കൊണ്ട് ആത്മാക്കളെ ഏറ്റെടുക്കണ ഒരു അവസരത്തിലേ നമുക്ക് ഇവിടുന്ന് മരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളും കന്നുകാലികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെ കൊണ്ട് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്തിന് വിലയിടിക്കുന്ന രീതിയിൽ അവൻ്റെ നാമത്തിലെ രക്ഷാനുഭവത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാതെ നമുക്ക് മരിക്കാൻ പറ്റത്തില്ല. അതാണ് വിളി ഉയർത്തണ വെല്ലുവിളി എന്ന് പറയണത്. ഇപ്പോഴവനോട് പറഞ്ഞു, പാഷേ ഓവസ്മേയാസ്. അതാണ് 21:15. അവൻ വിശ്വാസത്തെ മച്ചുറായി കഴിഞ്ഞപ്പോഴേ അവന് കർത്താവ് ഒരു ദൗത്യം കൊടുക്കുകയാണ്. 2ാമത്തെ ദൗത്യം എന്താണ്? എൻ്റെ ആടുകളെ മേയ്ക്കുക. പാഷ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ലാറ്റിനിൽ. ഈശോ ഉപയോഗിച്ച വാക്ക് ഗ്രീക്കിലാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. പെയ്മനോയ് എന്ന വാക്കാണ് ഈശോ ഉപയോഗിക്കുന്നത്. ഇടയൻ്റെ പണിയാൻ എന്താണ്? ആടുകളെ പെയ്മനോ, അതായത് അതാ വാക്കാണ് ഈശോ ഈ ഗ്രീക്കിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്താണത്? ടു ഫീഡ്. ഫീഡ് എന്ന് വെച്ചാലേ അതിൻ്റെ അർത്ഥം ഭയങ്കര രസമാണ്. ആത്മീയ അർത്ഥം ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ ഗീവ് ദ സോൾ വാട്ട് ഈസ് നീഡഡ്. ഈ പെയ്മനയുടെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗീവ് ദ സോൾ വാട്ട് ഈസ് നീഡഡ് എന്നാണ്. എത്ര ഇടയന് ആടിനെന്താ ഇടയൻ കൊടുക്കണത്? നിശ്ചലമായ ജലാശയമാണ്. സോൾ വാട്ട് ഈസ് നീഡഡ്, അതാണ് അതിൻ്റെ വ്യാഖ്യാനാർത്ഥം. ആത്മാവിന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക. എന്താണ് ആത്മാവിന് വേണ്ടുന്ന കാര്യം? ആത്മാവിന് വേണ്ടുന്നത് എന്താണെന്നറിയാവോ? കൃപയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലത്. കുടുംബജീവിതം ടഫായപ്പോഴേ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലതെന്ന് ചോദിച്ചല്ലേ 19:10. അപ്പോൾ ഈശോ എന്നാ പറയണത്? ഇതിനുള്ള കൃപ ലഭിച്ചവർക്ക് അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. കൃപയാണ്. ഈ കൃപയാണ് ദൈവപൈതലേ എപ്പോഴും പോരായി. ആത്മാവിന് വേണ്ട കാര്യങ്ങൾ എന്താണത്? റിക്വസ്റ്റ് ഫോർ വാട്ട് ഈസ് നീഡഡ് ഫോർ ദ സോൾ. എന്താണത്? ആത്മാവിന് വേണ്ട കാര്യങ്ങൾ എന്താണത്? കൃപയാണ്. നിൻ്റെ ജീവിതത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ള
അവസ്ഥകൾ സങ്കീർണമായിട്ടുണ്ടോ? എൻ്റെ അർത്ഥം എന്താണ്? കൃപ തരാൻ കാലമായി. അത് ആത്മാവിന് വേണ്ട കാര്യമാണ്. അതാണ് ദൈവത്തിലെ മഹത്വം, അതാണ് ദൈവത്തിലെ ബഹുമാനം. റോമർ 8:7 വചനങ്ങളാണ്. അതാണ് അക്ഷയത്വം, അതാണ് നിത്യത. ശ്രദ്ധിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കൃപ കൊടുത്തു കഴിഞ്ഞപ്പോഴേ തൻ്റെ ആടുകളെ മേയ്ക്കുവാനും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയും ഇപ്പോഴായില്ലേ സുവിശേഷം പ്രസംഗിക്കണ ഇവിടെ വെച്ചാ, ആത്മാക്കളെ വീണ്ടെടുക്കണം ഇവിടെ വെച്ചാ. ഇതാണ് വിളിയുടെ ഉദ്ദേശം. ഒന്നാമത്തെ വിളിയിൽ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞപ്പോഴേ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 3:15 തന്നോടുകൂടി ആയിരിക്കുവാൻ. അപ്പം ആയിരിക്കാനുള്ള പ്രതിസന്ധികളെയാണ് നമ്മൾ മേജർ സിലബസിലേക്ക് വന്നപ്പോൾ അതിനെ റെഫ്യൂട്ട് ചെയ്യാനുള്ള, കൗണ്ടറാക്ട് ചെയ്യാനുള്ള, പ്രതിരോധിക്കാനുള്ള കൃപ ആർജിച്ച് കഴിയുമ്പോൾ ആടുകളെ മേയ്ക്കാൻ ഈശോ പറയും. എന്നിട്ടാണ് ഈശോ പറയണത് ഫോളോ മീ. രണ്ടാമത്തെ വിളി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21:19 ഫോളോ മീ. അതിനുശേഷം അവൻ പറഞ്ഞു എന്നെ അനുഗമിക്കുക. ദിസ് ഈസ് സെക്കൻഡ് കാൾ. ദൈവമേ ഒന്ന് പ്രാർത്ഥിക്കണേ. ഈ രണ്ടാമത്തെ വിളിയാണ് വിളി. അപ്പോഴും നിൻ്റെ ആത്മാവ് മഹത്വം പ്രാപിച്ചിരിക്കും. മഹത്വത്തിലേക്കുള്ള വിളിയാണത്. ആത്മാക്കളെ വീണ്ടെടുക്കാനുള്ള വിളിയാണത്. അതാണ് 10,000-കണക്കിന് പ്രേക്ഷിതർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വിളി. അത് ആ തിരഞ്ഞെടുപ്പ്, ആ വിളി ഉറപ്പിക്കുന്നതിൽ ഉത്സർഹായിക്കൊണ്ട് കൃപയ്ക്ക് മേൽ കൃപ ആർജിച്ചുകൊണ്ട് അവൻ വന്ന കാര്യം എന്താണ് മക്കളെ? അവൻ വന്നത് എന്തിനാണ്? കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കാൻ. നമുക്ക് 1:16 വായിക്കുന്നില്ലേ? നമ്മുടെ കർത്താവിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 1:16 വായിക്കുന്നില്ലേ? കൃപയ്ക്ക് മേൽ ഒരു നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ഈ മേൽ കൃപ ലഭിക്കുമ്പോഴാണ് ആത്മാവ് മഹത്വപ്പെടുകയും നമ്മൾ നിത്യത ആഗ്രഹിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നത്. ഇത് വിളിയുടെ ഒരു ഭാഗമാണിത്. ആ ലക്ഷ്യമാണ് നിത്യത. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ എൻ്റെ മക്കളുടെ ജീവിതം ഇത്തിരി കർക്കശമായി പോയി, ദൈവം എന്നോട് അനീതി ചെയ്തെന്ന് പറയരുത്. മറിച്ച് ദൈവം എന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ എന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു. ശ്രുതികടെ രണ്ടാമത്തെ വിളി എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശ്രുതികടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്കുമേൽ കൃപയാലേ നിറയ്ക്കണമേ നാഥാ. സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. അച്ഛൻ ഈ അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ വചനം കേട്ടതിന് നന്ദി പറയണം. കർത്താവെ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ കർത്താവിൻ്റെ അൾത്താരെ വന്നുകൊണ്ട് കൃപാസനത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനസ്സ് വിചാരിക്കണം. ഇപ്പോഴ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ശാരീരികമായ രോഗങ്ങൾ ഉള്ളംകാലം ഉച്ചവരെ ഇപ്പോൾ ഞാൻ കർത്താവിനെ സമർപ്പിക്കും. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കാര്യം രോഗികളുടെ വേദനയും ഉറക്കമില്ലാത്ത അവസ്ഥയും സാമ്പത്തിക തകർച്ചയും മറ്റുള്ളവരെ അവരെ അവഗണിക്കുന്നതും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വേദന കർത്താവിന് തിരുസേന കണ്ണീരിടെ വെക്കുന്നത്. അച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ രോഗികളെയും ഈ ആരാധനയിലെ വിശ്വസിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന ഓരോ രോഗികളെയും ഓ ദിവീശോയെ, ഓ ദിവീശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ആരാധനയുടെ ബലിപീഠത്തിൽ നിന്ന് ആണിപ്പെടുതാറുന്ന അത്ഭുതകരത്താൽ അങ്ങയുടെ മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. നെഞ്ചുവേദനക്കാരെ സ്പർശിക്കണമേ. ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. വീട്ടിൽ കിടക്കുന്നവരെ സ്പർശിക്കണമേ. അസുഖം കഴിയുന്നവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങളെ ഉണ്ടാവുന്നു. അവിടെ നീര് കിടക്കുകയും അവനെ തല നേരെ നിൽക്കാത്ത വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് ഈ നിമിഷം സുഖപ്പെടുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. ഈ നിമിഷം കാണിച്ചു തന്ന രോഗത്തിന്റെ മേൽ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ വിശുദ്ധമായ വലത് കരത്ത് കർത്താവ്, അടിവയലിൽ കർത്താവ്, ഇടത് ഭാഗത്ത് കർത്താവ് രോഗമുള്ളവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങള് യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരാധന ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അൾസർ രോഗങ്ങള്, അൾസർ രോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള്, PCOD രോഗങ്ങള്, ശിരസ് മുതല് ഉള്ളംകാല് വരെ പേശി രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങള്, മാരക രോഗങ്ങള് യേശു നാമത്തില്, യേശു നാമത്തില് സൗഖ്യമാകട്ടെ. ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഭാര്യക്കോ ഭർത്താവിനോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചിലപ്പോൾ അപ്പനായിരിക്കാം, പെണ്ണിൻ്റെ അപ്പനായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്പനായിരിക്കാം. ഒരു വ്യക്തിയാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെന്നാണ് പറയണത്. അങ്ങനെ കുഴപ്പങ്ങൾ, കുടുംബങ്ങൾ തകർച്ചയുള്ള ആൾക്കാരെ ഇവിടെ പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാം ആ വ്യക്തിയെ ആരാണ്. നിങ്ങളുടെ കുടുംബത്തിന് വട്ടം ചവിട്ടണത്, നിങ്ങൾ ഒരുമിപ്പിക്കാതിരിക്കാൻ, ഐക്യപ്പെടാതിരിക്കാൻ, സാമ്പത്തിക വിഷയത്തിൻ്റെ പേരിലോ വേറെ എന്തെങ്കിലും വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ രക്തം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, തകർന്ന കുടുംബങ്ങളെ, തകർക്കുന്ന കുടുംബങ്ങള്, പൈശാചികമായ പിടിയാളായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവിന്റെ വിശുദ്ധ രക്തം തളിക്കണമേ. യേശു നാമത്തിലെ കുടുംബങ്ങളെ ഐക്യപ്പെടട്ടെ. സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്നവരെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജീവിത മാർഗമില്ലാത്തവരും ജോലിയില്ലാത്തവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അവർക്ക് ഇവിടെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന കൂടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക തകർച്ചയിൽ വിഷമിക്കുന്നവര്, ജോലി ഇല്ലാത്തവര്, മക്കളെ ഓർത്ത് വിഷമിക്കുന്നവര്, കുടുംബ സമാധാനം ഇല്ലാത്തവര്, ആസക്തികളിലെ കർത്താവേ അബദ്ധമായി പോയവര്, യേശുവേ അവരെ ഏറ്റെടുക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശു ക്രിസ്തു നാമത്തിലെ കുടുംബങ്ങള് സമാധാനം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. മക്കളെ, യാത്രയിലായിരിക്കുന്നവരെ, യാത്രക്കോട് ഉരുമ്പെടുന്നവരെ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. സാങ്കേതിക കുരുക്കുകൾ, പാസ്പോർട്ടുകൾ, വിസകൾ, അക്കാമ, അതുപോലുള്ള എല്ലാ ജീവിക്കാൻ ജോലി ചെയ്യാൻ ആവശ്യമായ രേഖകളുടെ മേൽ നഷ്ടങ്ങൾ, കൈമോശങ്ങൾ, കൈപ്പഴി, മറ്റുള്ളവരുടെ അധീനതയിലായിപ്പോയ എല്ലാ സാങ്കേതിക സർട്ടിഫിക്കറ്റുകൾ, പരീക്ഷകളുടെ എല്ലാ തരത്തിലുള്ള വിഷമതകൾ, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ, ജയിച്ചതിന് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ, അഡ്മിഷൻ കിട്ടാത്തവർ, എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭാഗുടമ്പടി നടക്കാത്തവർ, പ്രമാണം നടക്കാത്തവർ, ഈശോ അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കളഞ്ഞുപോയ രേഖകൾ, കളഞ്ഞുപോയ ഉരുപ്പടികളെല്ലാം പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഓരോ മക്കളെ വേദനിക്കുന്ന വിഷയങ്ങൾ, ജോലിയില്ലാത്തവരെ, ടെസ്റ്റ് എഴുതുന്നവരെ, പരീക്ഷ ഇന്റർവ്യൂ പാസ്സാകുന്നവരെ, ഇന്റർവ്യൂവിന് അഭിമുഖീകരിക്കുന്നവരെ, കർത്താവേ, വസ്തുവകൾ നഷ്ടപ്പെട്ടു പോയവര്, ഭാഗോടമ്പടി നടക്കാത്തവര്, വഴിയില്ലാത്തവര്, വീടില്ലാത്തവര്, കർത്താവേ, കളഞ്ഞുപോയ ഉരുപ്പടികൾ, മറ്റുള്ള കസ്റ്റഡിയിലായിപ്പോയവര്, തിരിച്ച് ലഭിക്കാത്തവര്, യേശു ക്രിസ്തുവേ എല്ലാ തരത്തിലും ഭൗതികമായി ഞെരുക്കം അനുഭവിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. സമാപന ആശീർവാദത്തിൻ്റെ സമയം. അച്ഛൻ എന്തെങ്കിലും പ്രാർത്ഥന എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴ് അമ്മയുടെ മധ്യസ്ഥത്തിൽ നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ ഇന്ന് കണ്ണീരനുഭവിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഏറ്റവും വലിയ സമയം. പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ അത് ഈശോയ്ക്ക് സമർപ്പിക്കുക. പെലിഗ്രിം കവനൻ്റ് ഇവിടെ വന്ന് തീർത്ഥാടനം നടത്തി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത ആൾക്കാരെ അവിടെ വിഷയങ്ങൾ, ഇനിയും നടക്കാനുള്ള വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഓൺലൈൻ കവനൻ്റ് കമ്പ്യൂട്ടറിലൂടെ, വെബ്സൈറ്റിലൂടെ ഉപാസന പരിശുദ്ധ അമ്മയ്ക്ക് കവനൻ്റ് ചെയ്തവരെ, ഉടമ്പടി ചെയ്തവരെ ഇപ്പോഴും ആ വിഷയം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഞാൻ സാക്ഷ്യമായി ജീവിച്ചോളാം, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. തീർച്ചയായിട്ടും ദൈവിക ഇടപെടലേ ഉണ്ടാവും.
അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മളെ പഴയതുപോലെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിലേക്ക് ശുശ്രൂഷകളെ മാറ്റുകയാണ്. നിങ്ങൾ ഓൺലൈനിൽ തന്നെ പങ്കെടുത്താൽ മതി. പക്ഷെ ശുശ്രൂഷ മാറ്റുന്ന വിവരമാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിക്കുന്നത്. അപ്പോൾ ഇന്ന് പിതാവ് ജെയിംസ് ആനാപറമ്പിൽ തിരുമേനി അടുത്ത ഞായറാഴ്ച 7 മണിക്ക് അൾത്താര, പുതുക്കി പണിത അൾത്താര, പരിശുദ്ധ അമ്മയുടെ അൾത്താര, അതുപോലെ തന്നെ ചാപ്പലും ആശീർവദിക്കുന്നതാണ്. ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് പതിവ് തിരുഹൃദയത്തിൻ്റെ വണക്കം നടത്തുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾ ഹൃദ്യമായി പങ്കെടുത്തുകൊണ്ട് കൃപയും നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം ഓർപ്പിക്കണം. ഇന്ന് കേട്ട വചനം ധ്യാനം ഒന്നുകൂടി നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം. അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണം. കാര്യം അത്ര വീണ് കിടക്കുന്നവർ, വീഴാൻ പോകുന്നവരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം വേണ്ടിയാണ് ഈശോ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടമ്പടി എടുത്തവർ എല്ലാവരും തന്നെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണ കാര്യം കർത്താവിൻ്റെ വചനം മറ്റുള്ള അറിയാത്തവർ അറിയിക്കുകയാണ്. നമ്മൾ അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. അത് സുവിശേഷ വേലയാണ്. അത് സന്തോഷത്തോടെ ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങൾ കേട്ട വചനങ്ങളും ശുശ്രൂഷകൾ ഷെയർ ചെയ്യേണ്ടതാണ്. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ